പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ഈ കത്തോലിക്ക സഭയിൽ ധ്യാനം കൂടുന്ന പലരും, മാതാവിനോട് പ്രാർത്ഥിക്കുന്ന പലരും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിച്ചിട്ട്, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഇത്ര അധികം കൊന്ത ചൊല്ലിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഇപ്പം ധ്യാനത്തിന് പോകുന്ന പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ ധ്യാനത്തിന് പോയിട്ട് വരുന്നവരോട് ചോദിക്കുന്ന ചോദ്യമാണ്, പോയിട്ട് എന്ത് കിട്ടി? അല്ലെങ്കിൽ ചില ആത്മീയതയോട് താല്പര്യമില്ലാത്ത ചിലർ സഹനങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ, പ്രതീക്ഷിക്കാത്ത പലതും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ചിലർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇത്രയും നാൾ പള്ളിയിൽ പോയിട്ട് എന്ത് കിട്ടി? മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടി? പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലാതെ, ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലാതെ, മുട്ടുമേ നിന്ന് ഉപ്പുകല്ലിൻ്റെ മുകളിൽ മുട്ടുകുത്തി ഒക്കെ ജപമാലയൊക്കെ ചൊല്ലിയില്ലേ, എന്ത് കിട്ടി? പ്രിയമുള്ളവരെ, നമ്മൾ ഈ ചോദ്യം നമുക്ക് പരിശുദ്ധ കന്യകാമറിയത്തോടൊന്ന് ചോദിക്കാം. യേശുവിൻ്റെ രക്ഷകനാകുന്ന ക്രിസ്തുവിനെ ഭൂമിയിലോട്ട് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഉദരത്തിലോട്ട് സ്വീകരിക്കാൻ പരിശുദ്ധ കന്യകാമറിയം, നമുക്കറിയാം, ബെത്ലഹേമിലോട്ടൊക്കെ എത്തുന്നതിന് മുമ്പ് നമുക്കറിയാം, ജെറുസലേം ദൈവത്തിൻ്റെ ആലയത്തിൽ 12 വയസ്സ് വരെ 3 വയസ്സ് മുതൽ പ്രാർത്ഥനയിലായിരുന്നു. എന്നിട്ട് മറിയത്തിന് അവിടെ എന്ത് കിട്ടി? 3 വയസ്സിൽ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. ഈ ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാതാപിതാക്കൾ 2 പേരും മരിച്ചുപോയി, അനാഥയായി മാറി. 12ാമത്തെ വയസ്സിൽ വിവാഹത്തിൻ്റെ സമയത്ത് മാതാപിതാക്കളും ഇല്ല, ആരുമില്ല. പിന്നുള്ളത് സക്രിയ പുരോഹിതനാണ്. ഈ സക്രിയ പുരോഹിതൻ്റെ നേതൃത്വത്തിൽ വിവാഹം നടക്കുകയാണ്. അതും അമലോത്ഭവമായ ഒരു ജീവിത പങ്കാളി പോലുമല്ല, ഒരു തച്ചനായ ജോസഫ്, നീതിമാനായിരിക്കാം. ഈ ഔസപിതാവിനാണെങ്കിലും അപ്പനും ഇല്ല, അമ്മയില്ല, ആരുമില്ല. പ്രിയമുള്ളവരെ, വീണ്ടും ഇന്ന് വരെ ലോകത്തുണ്ടാകാത്ത ഒരു കാര്യത്തിനും മറുപടിയായിട്ട് ഗർഭം ധരിക്കേണ്ട, അല്ലെങ്കിൽ വിവാഹം കഴിക്കേണ്ട എന്ന് വിചാരിച്ച മറിയം വിവാഹം കഴിക്കേണ്ട വന്നു. അതും സ്വന്തം ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്. ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ മറിയം ഒരിക്കലും ആഗ്രഹിച്ചില്ല, ദൈവത്തിന് വേണ്ടി കന്യകയായി ജീവിക്കാൻ ആഗ്രഹിച്ചു. അതും ഉദരത്തിൽ കുഞ്ഞിനെ സ്വീകരിക്കുകയും പ്രസവിക്കുകയും ചെയ്യേണ്ടി വന്നു. അതിനു മുമ്പ് ഈ കുഞ്ഞിനെ ഗർഭത്തിൽ സ്വീകരിച്ചപ്പോൾ ഭർത്താവാണ്ട് ഉപേക്ഷിക്കാൻ വേണ്ടി പോകുന്നു. അന്നത്തെ കാലത്ത് യഹൂദ നിയമപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലപ്പെടുന്ന നിയമമൊക്കെയുണ്ട്. നിൽക്കട്ടെ, വീണ്ടും ഈ കുട്ടിയെ പ്രസവിച്ചത് എവിടെയാണ്? നല്ലൊരു സ്ഥലം പോലും കിട്ടിയില്ല. ദൈവമാണ് ഉദരത്തിലിരിക്കുന്നത്, മാലാഖ പോലുമല്ല. ഈ കുട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞ് ശിമിയോൻ്റെ അടുക്കെ കൊടുത്തു പറഞ്ഞു, നിൻ്റെ ഹൃദയത്തിൽ കൂടെ വാള് കയറുമെന്ന് പറയുന്നു. കുട്ടി ജനിച്ച പാടെ ഹെറോദസിൻ്റെ പടയാൾ കൊല്ലാൻ വരുന്നു. പ്രിയമുള്ളവരെ, ആകമൊത്തം പ്രശ്നങ്ങളാണ്. പിന്നെ മറിയത്തിൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തെ എല്ലാം യേശുവിനെ ദൈവത്തിൻ്റെ ആലയത്തിൽ വെച്ച് കാണാതാവുകയും, പരസ്യ ജീവിതത്തിൽ ഈശോ ഇറങ്ങുമ്പോൾ മറ്റുള്ളവർ കല്ലെറിഞ്ഞു കൊല്ലാനൊക്കെ പരിശ്രമിക്കുകയും അവിടുന്നൊക്കെ അപ്രത്യക്ഷമാകുന്നുണ്ട്. ഈ പുത്രനെ പീലാത്തോസിന് മുമ്പിലോട്ട് അടിച്ച് തകർക്കുകയും എല്ലാം ചെയ്യുന്ന അവസ്ഥകളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവർ, മറിയത്തിന് ഈ ജീവിതം സമർപ്പിച്ചിട്ട്, ഈ ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചിട്ട് മറിയത്തിന് എന്ത് കിട്ടി? അമലോൽപ്പമായി ജീവിച്ചിട്ട് നമ്മളൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. ഇനി അൽഫോൻസാമ്മ ഈ ദൈവത്തിന് വേണ്ടി ജീവിച്ചു, ഒത്തിരി സഹനമൊക്കെ കിട്ടി. അൽഫോൻസാമ്മയുടെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയി, അമ്മേനെ കിട്ടിയില്ലല്ലോ. കൊച്ചുറേസ്യയ്ക്ക് ക്ഷയരോഗം കിട്ടി, നഷ്ടപ്പെട്ടു പോയ അമ്മേനെ കിട്ടിയില്ലല്ലോ. സോ ജോൺ ബോൺ 2ാം മാർപ്പാപ്പ വലിയ മരിഭക്തനായിരുന്നു. എന്നതാ കിട്ടിയ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട്? വെടിയോ? അപ്പനും അമ്മയും ചെറുപ്പത്തിൽ മരിച്ചു പോയല്ലോ, ചേട്ടനും മരിച്ചു, എല്ലാവരും മരിച്ചു, അനാഥനായി ജീവിക്കേണ്ടി വന്നു. എന്താ കിട്ടിയ മാർപ്പാപ്പയ്ക്ക്? ദിവസവും 40 ജപമാല ചൊല്ലുന്ന വിസ പാതിരാപ്പിയോ, 50 വർഷം പഞ്ചക്ഷതം ഉണ്ടായിരുന്നു. പ്രിയമുള്ളവർ, അവരുടെ സമൂഹത്തിൽ വെച്ച് പോലും തന്നെ കുർബാനയെല്ലാം പോലും അനുവദിക്കാതെ നാളുകളായി തടങ്കലിൽ കിടക്കേണ്ടി വന്നു. എന്താണ് ഈ പാതിരാപ്പിക്ക് കിട്ടിയത്? വലിയ മരിയഭക്തനായിരുന്നു. മരിയഭക്തി ഉള്ളതുകൊണ്ട് മാത്രം വൈദികനായ വിശ ജോൺ മരിയ വിയാനിച്ചൻ. എന്താണ് ആ മനുഷ്യന് കിട്ടിയത്? ABCD പോലും സ്വന്തമായിട്ട് എഴുതാൻ അറിയത്തില്ലായിരുന്നു. ഇവിടെ മാതാവിനോട് പ്രാർത്ഥിച്ച ചിലർക്ക് A+ കിട്ടുന്നുണ്ട്, ചിലർ റാങ്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ജോൺ മരിയ വിയാനിച്ചനോ? ഇതൊന്നും കിട്ടിയിട്ടുമില്ല. ഭയങ്കര മരിയഭക്തനായിരുന്നു. പ്രിയമുള്ളവർ, നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കേണ്ടത്, ഈശോയോട് പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല. കിട്ടും, അത് നമ്മുടെ ആത്മരക്ഷയാണ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ സാത്താനെ ആരാധിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഈ ഭൂമിയിലെ എന്തെങ്കിലും കാര്യത്തിനു വേണ്ടി നമ്മൾ കിട്ടണമെങ്കിൽ നമുക്ക് ഈശോയും കത്തോലിക്ക സഭയും പ്രാർത്ഥനയൊന്നും വേണ്ട, നന്നായിട്ട് സാത്താനെ ആരാധിച്ചാൽ മതി. ബ്ലാക്ക് മാസ് സാത്താനെ ആരാധിക്കുന്നവരെ നമുക്കറിയാമല്ലോ, അവരൊന്നും കൂലിപ്പണിക്കാരൊന്നുമല്ല, പിച്ചക്കാരൊന്നുമല്ല, വലിയ വലിയ VVIPs ഒക്കെ തന്നെയാണ്. ഇതാണ് മത്തായി 4-ലും ലൂക്കാ 4-ലും 40 ദിവസം ഉപയോഗിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞ് വന്നപ്പം ഈ സാത്താൻ തന്നെ ഈശോയുടെ അടുക്ക നേരെ വന്നിട്ട് പറയുവാണ്, നേരെ മുമ്പിൽ നിന്ന് പറയുക, നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ മതി, ഈ കാണുന്ന എല്ലാം നോക്കി എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതെല്ലാം എൻ്റെയാണ്, ഇതെല്ലാം നിനക്ക് ഞാൻ തരാം. അപ്പോൾ സാത്താനെ ആരാധിച്ചാൽ ധനവാനെ പോലെ ഒരു കുറവുമില്ലാതെ സമ്പന്നനായി ഈ ഭൂമിയിൽ ജീവിക്കാം. പക്ഷേ അവസാനം ആത്മരക്ഷ നശിച്ച് നരകത്തിൽ പോകേണ്ടി വരും. ആത്മരക്ഷ മാത്രം സാത്താന് തരാൻ പറ്റത്തില്ല. അതാണ് യോഹന്നാൻ 10:10 ഈശോ പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനുമാണ്.
പ്രിയമുള്ളവർ, ഈശോയ്ക്ക് ലാസറിനെ ഉയർപ്പിക്കാൻ ഒരു തുള്ളി രക്തം ചിന്തേണ്ട വന്നില്ല. ബാലികേനെയും യുവാവിനെയൊക്കെ ഉയർപ്പിച്ചു. അന്ന് ഈശോയ്ക്ക് ഒരു തുള്ളി രക്തം ചിന്തേണ്ട വന്നില്ല പിശാചുക്കളെ ഒഴിപ്പിക്കാനും കുഷ്ഠരോഗികളെ സുഖപ്പെടുത്താൻ. പക്ഷേ ഈശോ കുർബാനയാകാൻ, നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള കൂദാശകൾ സ്ഥാപിക്കുന്നതിന് മുമ്പ് ഈശോയ്ക്ക് ഇതെല്ലാം ചെയ്യേണ്ടി വന്നു. അവസാന തുള്ളി രക്തം ചിന്തേണ്ടി വന്നു, വിരൂപമാക്കപ്പെടേണ്ടി വന്നു. മറിയം കുരിശിൻ ചോട്ടിൽ നിന്ന് സഹിക്കുന്നു ആ കുരിശിൻ്റെ യാത്രയിലുമെല്ലാം. പ്രിയമുള്ളവർ, നമുക്കറിയാം, നമ്മൾ കുരിശിൻ്റെ വഴി കാണുന്ന അരിമത്തിയക്കാരൻ ജോസഫ് എന്താ കിട്ടിയതാ മകന്? സ്വന്തം കല്ലറ കൊടുത്തതാണ് അരിമത്തിയക്കാരൻ ജോസഫ് ഈശോയുടെ ഡെഡ് ബോഡി അടക്കാൻ വേണ്ടിയിട്ട്. എന്താ മകന് കിട്ടിയത്? ഇനിയും 5-ാം സ്ഥലത്ത് നമ്മൾ കാണുന്നു കെവ്രീൻകാരനായ ശിമയോൻ യേശുവിൻ്റെ പുറകെ കുരിശും വഹിച്ചോണ്ട് നടന്നിട്ട് എന്താ കിട്ടി? നല്ല വീട് പണിത് കിട്ടിയോ? മക്കളുടെ വിദേശ തടസ്സം മാറി കിട്ടിയോ? മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയോ? എന്താ ഗുണമുണ്ടായത്? വേറോനിക്ക് ഈശോയുടെ തിരുമുഖം തുടയ്ക്കാൻ വേണ്ടി ചെന്നു പടയാളികൾ മതി. എന്താ കിട്ടിയത്? പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ പുറകെ നടക്കുന്നത് ഭൗതിക സമ്പത്തിന് വേണ്ടിയല്ല. ഇതാണ് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. സക്കേവൂസ് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ്റെ ഭൗതികത മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. യഥാർത്ഥ സമ്പത്തായ ക്രിസ്തുവിനെ കിട്ടി. അവൻ വിശുദ്ധനായി മാറി. അവൻ്റെ കുടുംബം രക്ഷപ്പെട്ടു. ഈ ലോകത്തിൻ്റെ സമ്പത്ത് കൊണ്ടല്ല. അപ്പം നമ്മൾ ക്രിസ്തുവിൻ്റെ പുറകെ പോകേണ്ടത്, മറിയത്തിൻ്റെ പുറകെ പോകേണ്ടത് ദൈവത്തിനു വേണ്ടിയാണ്, ദൈവത്തെ സ്വന്തമാക്കാനാണ്. സക്കേവൂസ് സ്വന്തമാക്കിയ പോലെ. ഇപ്പം മഗ്ദലന മറിയം, ജഡിക സുഖം ഇത്ര വലിയ സുഖമായിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ പുറകെ പോകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ജഡിക സുഖം, ഒരു രസം അത്ര വലിയ സുഖമായിരുന്നുവെങ്കിൽ ക്രിസ്തുവിനെ കാണുമ്പോൾ അവൾ തിരിച്ചു വരേണ്ട കാര്യമില്ല. അവൾ പിന്നെ വിവാഹം പോലും കഴിച്ചില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ലോകം തരുന്ന, ജഡം തരുന്ന സുഖമൊന്നുമല്ല ദൈവത്തിൻ്റെ കൂടെയുള്ള സുഖം. അത് നിലനിൽക്കുന്ന സുഖമാണ്, ഒരല്പസമയത്തേക്കുള്ളതല്ല, കോടാനുകൂടി വർഷത്തേക്കുള്ളതാണ്. അതൊരു നിത്യജീവനാണ്. അതുകൊണ്ടാണ് സമരിയാക്കാരി ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും അവൾ വരത്തില്ല. അവൾക്ക് ആണുങ്ങളുടെ കുറവുണ്ടായിട്ടല്ല. മഗ്ദലന മറിയം പോലും. പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കണം, കാണേണ്ടവനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് കിട്ടും. നമ്മൾ പലപ്പോഴും സന്തോഷം എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നത് ആദത്തിനെയും ഹവ്വനെയും വഞ്ചിച്ച സാത്താൻ്റെ അവസ്ഥയിൽ അവൻ്റെ പുറകെയാണ്. ആദവും ഹവ്വയും ദൈവത്തെപ്പോലെ ആകുമെന്നും പറഞ്ഞ് പഴം പറിച്ചു തിന്നു. എന്തുണ്ടായി? ദൈവവും നഷ്ടപ്പെട്ടു. അവൻ പറഞ്ഞത് വെറും നുണയുമായിരുന്നു. അവരുടെ കുടുംബജീവിതം പോയി. മൂത്ത മകൻ കൊലപാതകിയായി. പറുദീസ നഷ്ടപ്പെട്ടു. ഭൂമിയിൽ അലഞ്ഞു തിരിയേണ്ട വന്നു. പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എന്തെങ്കിലും തേടി ദൈവത്തിൻ്റെ പുറകെ പോയി അത് കിട്ടി, ഇത് കിട്ടി, അല്ലെ ഇത്ര നാൾ പോയിട്ട് എന്ത് കിട്ടി? നമ്മുടെ ആത്മരക്ഷയാണ്. ആത്മരക്ഷ എന്ന് പറയുന്നത് ഇവിടെയല്ല, നമ്മുടെ സ്വർഗത്തിലാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ പറുദീസ തരാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മയും ഈശോയും എല്ലാം പരിശ്രമിച്ചത്. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ. യോഹന്നാൻ 6:63, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവർ, മത്തായി 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും, ദൈവത്തെയും ദൈവത്തിൻ്റെ രാജ്യത്തെയും സ്വർഗത്തെയും നിത്യജീവനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് തരും എന്ന് പറഞ്ഞാൽ നീ ഈ ഭൂമിയിൽ കോടീശ്വരനാകുമെന്നല്ല. സക്കേവൂസിനെ പോലെ നിനക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരും. സക്കേവൂസ് എവിടെയും പിച്ച തന്നെ നടന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. സമരിയക്കാരി പിന്നീട് എവിടെയും ഭിക്ഷാടനത്തിന് പോയത് നമ്മൾ കേട്ടിട്ടില്ല. ദൈവം നിനക്ക് തരും, നിനക്ക് ആവശ്യമുള്ള അന്നു വേണ്ടി ആഹാരം മാത്രം. പക്ഷേ നിൻ്റെ ആത്മാവ് സുരക്ഷിതമായിരിക്കും. ധനവാൻ്റെ ആത്മാവ് പോയതുപോലെ, ആദത്തിനോവയ്ക്കും പറുദീസ നഷ്ടപ്പെട്ട, ദൈവം നഷ്ടപ്പെട്ടതുപോലെ നീ ഒരിക്കലും കണ്ണുനീരൊഴുക്കേണ്ടി വരികയില്ല. ദൈവത്തിനായി നീ ചെലവാക്കുന്ന സമയം, നിൻ്റെ സമ്പത്ത്, നിൻ്റെ കഴിവ്, അത് നീ സ്വരുക്കൂട്ടും. ബാലൻ്റെ കരങ്ങളിൽ നിന്ന് 5 അപ്പവും 2 മീനും ദൈവത്തിന് കൊടുത്തു. എന്ത് കിട്ടി? അവന് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. പക്ഷേ ദൈവത്തിന് വലിയൊരു അത്ഭുതമുണ്ടായി. ദൈവത്തിനൊരു വലിയ കാര്യം ചെയ്യാൻ പറ്റി. ഇന്നും സുവിശേഷത്തിൽ അത് എഴുതി വെച്ചിരിക്കുകയാണ്. ബാലൻ്റെ കരങ്ങളിൽ 5 അപ്പവും 2 മീനും അവന് തിന്നാനുള്ളതായിരുന്നു. അത് കൊടുത്തപ്പോൾ 5000 പേരെ തീറ്റിപ്പോരുന്ന മഹാത്ഭുതം സംഭവിച്ചു. കാരണം ദൈവം മഹത്വത്തിന് കാരണമായി. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമ്മളും ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം ഉണ്ടാവും. ആദവും ഹവ്വയും പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു പോയി, സാത്താനെ മഹത്വപ്പെടുത്തി. എന്നാൽ മറിയത്തിൻ്റെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയമുള്ളവരെ, എന്ത് കിട്ടാൻ വേണ്ടിയിട്ടല്ല, നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്നത് നമ്മൾ കൊടുക്കാനുള്ളതാണ്. കൊടുക്കുമ്പോൾ ദൈവം നിന്നെ എടുത്ത് വാഴ്ത്തും, നിന്നെ എടുത്ത് ആശീർവദിക്കും. മറിയത്തിലൂടെ, ഈ നസ്രത്തിലെ മറിയത്തിലൂടെ എന്തെല്ലാം വലിയ കാര്യം ചെയ്തു. അതുകൊണ്ട് ലോകത്ത് നോക്കി എവിടെ നോക്കിയാലും ഏറ്റവും കൂടുതൽ പേര് മേരി എന്ന പേരാണ്. സെൻറ്റ് മേരീസ് ചർച്ച്, സെൻറ്റ് മേരീസ് സ്കൂൾ, അല്ലേ? ഓരോ പിള്ളേരുടെയൊക്കെ പേര് മരിയ, ഏഞ്ചൽ മേരി, അല്ലെ മറിയം, ഓരോ മാതാവുമായിട്ട് ബന്ധപ്പെട്ട പേരുകളാണ്. നോക്കിക്കേ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവം നിന്നെ വാഴ്ത്തും. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ പുറകെ പോകുന്നത് ദൈവത്തെ തേടിയായിരിക്കണം.
അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുക, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധ കന്യകാമറിയത്തെ ഉയർത്തിയ ദൈവം, മരിയഭക്തരായ അനേകരെ, ജോൺ ബോൺ രണ്ടാമൻ മാർപ്പാപ്പയും ജോൺ മരിയ വിയാനിയനൊക്കെ ഉയർത്തിയ ദൈവം, പാതിരാപ്പിയനെ ഉയർത്തിയ ദൈവം നമ്മയും ഉയർത്തും, വാനോളം ഉയർത്തും. എന്നും നിലനിൽക്കുന്നവരായി നമ്മൾ മാറും. ഇന്നും ഈ മരിച്ചിട്ട് അവർ എത്രയോ കാലമായി, ജോൺ മരിയ വിയാനിച്ചനും വിശ്വപാതിരാപ്പിയൊക്കെ ഇന്നും നമ്മുടെ വാക്കുകളിലൂടെ നമ്മളിലൂടെ നിലനിൽക്കുന്നില്ലേ, ജീവിക്കുന്നില്ലേ? എന്നാൽ പ്രിയമുള്ളവരെ, ആദവും ഹവ്വായും മരിച്ചു. ആരാണ് അവരെക്കുറിച്ച് പറയുന്നത്? അവരുടെ നാമം ആരെങ്കിലും അവരുടെ പേരിടാറുണ്ടോ? അവരെക്കുറിച്ച് നമുക്ക് എന്താണ്, സന്തോഷമാണോ? അല്ലേ? നമുക്കൊരു പുച്ഛം തോന്നുകയല്ലേ അവർ ദൈവത്തോട് മറുതലിച്ചതുകൊണ്ട്? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക പ്രിയമുള്ളവരെ, മറിയത്തെപ്പോലെ, ഔസേപിതാവിനെ പോലെ, വിശുദ്ധരെ പോലെ നമുക്കുമായി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ സ്വന്തമാക്കാം. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ പുറകെ പോകുമ്പോൾ ദൈവത്തെ കിട്ടും. നമ്മൾ മറ്റൊരു സ്വർഗരാജ്യത്തിൽ ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്ഥലത്ത് നമുക്ക് എത്താം. വലിയൊരു അനുഗ്രഹം, നിലനിൽക്കുന്ന സൗഭാഗ്യത്തിൽ, സന്തോഷത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.